പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ട് കുറച്ച് ജ്യൂസിൻ്റെയും മിൽക്ക് ഷേക്കിൻ്റെയും റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചായി കുക്കിംഗ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് റമദാനൊക്കെ അടുത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് കാലത്തും റമദാൻ്റെ സമയത്തും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ഷേക്കിൻ്റെയും ജ്യൂസിൻ്റെയും റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും, കാരണം കുറച്ചധികം റെസിപ്പികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് ജ്യൂസിൻ്റെ റെസിപ്പിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് എത്താൻ പറ്റും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് യെല്ലോ കളറിലുള്ള തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു തണ്ണിമത്തൻ മലപ്പുറം കരിഞ്ചമ്പാടി എന്ന സ്ഥലത്താണ് ഇതിൻ്റെ കൃഷി നടക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് ജപ്പാനിൽ നിന്നും തായ്ലൻഡിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വിത്ത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റും പ്രത്യേക ഒരു മധുരമാണ് ഈ ഒരു തണ്ണിമത്തന്. സാധാരണ ചുവന്ന തണ്ണിമത്തനെ അപേക്ഷിച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തണ്ണിമത്തനാണ് ഈ ഒരു മഞ്ഞ കളറിലുള്ള തണ്ണിമത്തന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ ഇത് വാങ്ങിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ട് ജ്യൂസ് ഉണ്ടാക്കി നോക്കുക. നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നമുക്ക് നോമ്പ് മുറിക്കുന്ന ടൈമിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് കൂടിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ മാർക്കറ്റിലും ഇപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഇഷ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. ഞാനിവിടെ ഒരു തണ്ണിമത്തൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്ന് രണ്ട് കുരുവൊക്കെ പെട്ടുപോയാൽ പ്രശ്നമൊന്നുമില്ല, കളയാൻ പറ്റുന്നത്ര കളഞ്ഞെടുക്കുക. അതിനുശേഷം ഇതുപോലെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു തണ്ണിമത്തൻ വെച്ചിട്ട് 2-3 തവണ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു തണ്ണിമത്തൻ എനിക്ക് കാണാൻ കഴിഞ്ഞത്. മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു ഇവിടുന്ന് മഞ്ഞ കളറിലുള്ള തണ്ണിമത്തൻ ഉണ്ട് എന്നൊക്കെ. പക്ഷേ അത് എവിടെ നിന്നെങ്കിലും കയറ്റി വരുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതാണ്. അതിനുശേഷമാണ് ഇത് മലപ്പുറത്താണ് ഇതിൻ്റെ കൃഷി നടക്കുന്നത് എന്നൊക്കെ അറിയാൻ പറ്റിയത്. അങ്ങനെ വാങ്ങിച്ച് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റായിരുന്നു. 2-3 തവണ നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. കട്ട് ചെയ്തെടുത്ത തണ്ണിമത്തൻ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിലോട്ടൊരു 2-3 ടീസ്പൂൺ മാത്രമേ ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാരണം ഇതിന് തന്നെ നന്നായിട്ട് മധുരമുണ്ട്. ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ജ്യൂസ് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സാധാരണയായിട്ട് നമ്മൾ തണ്ണിമത്തൻ വെച്ച് ജ്യൂസ് തയ്യാറാക്കിയെടുക്കുമ്പോൾ അതിൽ ലെമൺ ജ്യൂസൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ ഈ ഒരു തണ്ണിമത്തനിൽ നമ്മളൊന്നും തന്നെ ചേർക്കേണ്ടതില്ല, മധുരത്തിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആകാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് കസ്കസ് കുറച്ച് സമയം ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കുതിർത്തി വെച്ച കസ്കസ് കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഹെൽത്തി ആയിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മധുരവും കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഈ ഒരു തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് റെസിപ്പി കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കണ്ണൂരിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കോക്ടെയിലാണ്. കണ്ണൂരിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണിത്. കണ്ണൂരിലുള്ള പലരും ഈ ഒരു ജ്യൂസ് കുടിച്ചിട്ടുണ്ടാവും. അപ്പോൾ കുടിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ കണ്ണൂർ കോക്ടെയിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് വേവിച്ച ക്യാരറ്റും അതുപോലെ പഴുത്ത പപ്പായയാണ്.
ഞാനിവിടെ ഒരു 3 വലിയ ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പപ്പായയുടെ 1/4 ഭാഗമാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്യാരറ്റ് എടുക്കുന്നതിൻ്റെ പകുതി അളവിൽ മാത്രം പപ്പായ എടുത്താൽ മതി. അപ്പോൾ പപ്പായ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ കോക്ടെയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഒരു പപ്പായയുടെ കഷ്ണങ്ങൾ ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് കട്ടയാക്കിയ പാലാണ്. ഞാനിവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ്. ഇത്രയാണ് നമുക്ക് ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ജ്യൂസ് ആദ്യം തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ ഇതൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമുക്ക് ക്യാരറ്റും പപ്പായയും ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം, എന്നാൽ മാത്രമേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് കട്ടയാക്കിയ പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കണം. ഐസ്ക്രീം എടുക്കുമ്പോൾ വാനില ഐസ്ക്രീം തന്നെ എടുക്കാൻ നോക്കുക. ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, നന്നായിട്ട് തന്നെ പേസ്റ്റാക്കി എടുക്കണം. കണ്ണൂരിലെ കാൽടെക്സിലുള്ള ഒരു ജ്യൂസ് കടയിലാണ് ഈ ഒരു കോക്ടെയിൽ ആദ്യമായിട്ട് ഇറങ്ങിയത്. ഇപ്പോഴും അവിടെ 100 കണക്കിന് ആളുകളാണ് ഈ ഒരു കോക്ടെയിൽ കുടിക്കാൻ വേണ്ടിയിട്ട് എത്തുന്നത്. എല്ലാത്തരം ജ്യൂസുകളും അവിടെ കിട്ടും, പക്ഷേ ഡിമാൻഡ് ഈ ഒരു കോക്ടെയിലിന് തന്നെയാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ഒരു കോക്ടെയിൽ കിട്ടുന്നുണ്ട്, എന്നാൽ അവിടെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് എവിടെയും നമുക്ക് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ ഇതിവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടല്ലോ, സ്പൂണിൽ കോരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത്രയും സ്മൂത്തായിട്ട് തന്നെ നമ്മൾ അടിച്ചെടുക്കണം. ഇനി ഇത് നമുക്കൊരു കപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇപ്പം തന്നെ ചേർക്കണമെന്നില്ല. നമ്മൾ എപ്പോഴാണോ ഈ ഒരു ജ്യൂസ് കുടിക്കാൻ പോകുന്നത് ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലോട്ട് ആദ്യമായിട്ട് ചേർക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നിർബന്ധമായിട്ടും കുടിക്കുന്ന സമയത്ത് മാത്രം ചേർക്കുക, കാരണം ഇതിൻ്റെ ഈ ഒരു ക്രിസ്പിനെസ് നഷ്ടമാവും. കുറേ സമയം കഴിഞ്ഞിട്ട് കുടിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് വേണ്ടത് അനാറാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂ നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ കുറച്ച് ബ്ലാക്ക് റൈസിൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ജ്യൂസ് തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് എപ്പോഴാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ ഒരു സമയത്ത് മാത്രമേ ഈ ഒരു ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ കോക്ടെയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് തണുപ്പോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കണ്ണൂരിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കോക്ടെയിൽ ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരു ഗ്ലാസ് കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാഹവും വിശപ്പും ഒക്കെ മാറിക്കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വാട്ടർമെലൺ ജ്യൂസാണ്, അതായത് വത്തക്ക ജ്യൂസ്. ഇത് ഞാൻ 2 വിധത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് നമുക്ക് വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ തണ്ണിമത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പം നിറയെ നമുക്ക് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം.
നമ്മളെപ്പോഴും തണ്ണിമത്തൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നല്ല കളറിലുള്ള തണ്ണിമത്തൻ തന്നെ നോക്കി വാങ്ങിക്കണം. ഇല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വെളുത്ത നിറത്തിലുള്ള കുമ്പളങ്ങ പോലത്തെ തണ്ണിമത്തൻ കിട്ടാറുണ്ട്. അത് വെച്ചിട്ട് ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുത്താൽ ടേസ്റ്റും ഉണ്ടാവില്ല, അതുപോലെ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടൈമിൽ നല്ല കളറിലുള്ള തണ്ണിമത്തൻ തന്നെ നോക്കിയിട്ട് എടുക്കാൻ നോക്കുക. ഇനി ഇത് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒരു ബൗളിലോട്ട് മാറ്റണം. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കണമെന്നില്ല. ഇതിന് പകരമായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്താലും മതി. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വരെ സബ്ജ സീഡ് കുതിർത്തിയെടുത്തതാണ് അതുകൂടി ഇട്ട് കൊടുക്കാം. അതായത് ബ്ലാക്ക് കസ്കസാണ്. അതിനുശേഷം ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ ഒരു തണ്ണിമത്തന് അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുകൊണ്ട് തന്നെ 4 ടീസ്പൂൺ മാത്രമാണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ല തണുപ്പിച്ച പാൽ 1 കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഓരോരോ കുരുവൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ടാവും. ഈ ഒരു തണ്ണിമത്തൻ തന്നെ എടുക്കാൻ കാരണം ഇതിൽ കുരു വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ്. അത്യാവശ്യം കുരുവൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും 1-2 കുരുവൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല, നമുക്ക് കുടിക്കുന്ന ടൈമിൽ കളയാവുന്നതേ ഉള്ളൂ. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഞാനിത് നമ്മുടെ ഈ തണ്ണിമത്തൻ്റെ തൊണ്ടിൽ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. ഇതിൽ കുടിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ ഒരു വേനൽ ചൂട് കാലത്തും അതുപോലെ ഇഫ്താറിൻ്റെ വേളയിലൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു വാട്ടർമെലൺ മിൽക്ക് ഷേക്ക് തന്നെയാണിത്. തീർച്ചയായിട്ടും ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് വാട്ടർമെലൺ ജ്യൂസാണ്. അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള പകുതി തണ്ണിമത്തനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ലെമണിൻ്റെ പകുതിയുടെ ജ്യൂസ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിൽ മാത്രമേ വെള്ളം ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് 2-3 ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ സബ്ജ സീഡ് കൂടി ഇട്ട് കൊടുക്കാം. നേരത്തെ കുതിർത്തിയെടുത്ത ആ ഒരു കസ്കസാണ്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തണ്ണിമത്തൻ ഞാൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ജ്യൂസ് കുടിക്കുന്ന അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഞാൻ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് ആയിട്ടാണ്. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ പപ്പായ മിൽക്ക് ഷേക്ക് നാടൻ പപ്പായ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പായ വെച്ചിട്ടും ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ശേഷം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പപ്പായ മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല, വെറും കുരു മാത്രം കളഞ്ഞെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ പപ്പായ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഒന്ന് സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടുപറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുത്ത നല്ല നാടൻ പപ്പായയാണ്. ഇനി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പപ്പായ വെച്ചിട്ടും ഇതുപോലെ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പപ്പായ തന്നെ എടുക്കുക. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് 2 കപ്പ് തണുപ്പിച്ചെടുത്ത മിൽക്ക് ആഡ് ചെയ്യാം.
ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ വരെ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പപ്പായക്കും അത്യാവശ്യം നന്നായിട്ട് മധുരം ഉണ്ടാവും. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് നേരം ഒന്ന് അടിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. പപ്പായയുടെ കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല സ്മൂത്തായിട്ട് തന്നെ അടിച്ചെടുത്തതിന് ശേഷം പകുതി ഭാഗം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പകുതിയിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വരെ വാനില ഐസ്ക്രീം കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. വാനില ഐസ്ക്രീം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഐസ്ക്രീം കൂടി ചേർത്തിട്ട് ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. മാത്രം ഈ മിൽക്ക് ഷേക്ക് തയ്യാറാക്കിയെടുക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നമ്മൾ നേരത്തെ കാലത്തെ അടിച്ചു വെച്ചിട്ട് മാറ്റി വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നഷ്ടമാവും. ബാങ്ക് വിളിക്കാൻ നേരത്ത് മാത്രം ഇത് തയ്യാറാക്കിയെടുക്കുക. ഇതിൻ്റെ മുകളിലായിട്ട് അല്പം കാഷ്യൂ നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? അതുപോലെ വെരി ടേസ്റ്റി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു പപ്പായ മിൽക്ക് ഷേക്ക് തന്നെയാണ്. നേരത്തെ നമ്മൾ പഴുത്ത പപ്പായ വെച്ചിട്ട് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പം ഞാൻ പച്ച പപ്പായ വെച്ചിട്ടാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ച പപ്പായ ആയതുകൊണ്ട് നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പച്ച പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയും സീഡൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂപ്പത്തിയിട്ടുള്ള പപ്പായയാണ്. ചെറുതായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കഴുകിയതിന് ശേഷം ഒരു പ്രഷർ കുക്കറിലോട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം നമ്മളൊരു 3 വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴേക്കും നന്നായിട്ട് വെന്ത് വന്നോളും. അപ്പോൾ ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പപ്പായ മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പപ്പായ മരമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടെ ഇതുപോലുള്ള മിൽക്ക് ഷേക്കൊക്കെ തയ്യാറാക്കിയിട്ടൊന്ന് കുടിച്ച് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അവരെന്തായാലും കഴിച്ചോളും. ഇത് പപ്പായ കൊണ്ടുണ്ടാക്കിയ ജ്യൂസാണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കുക. 3 വിസിലിന് ശേഷം പപ്പായയിലെ വെള്ളമൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് പപ്പായ ഒരു അരമണിക്കൂർ നേരമെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ മിൽക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തണുപ്പിച്ച മിൽക്കാണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഫ്രോസൺ മിൽക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഷുഗറും 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. പപ്പായ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുക്കായി കിട്ടണം. എങ്കിൽ മാത്രമേ ഈ ഷേക്ക് റെഡിയായി കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പപ്പായ മുകളിൽ പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക, നന്നായിട്ട് അടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ പപ്പായ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ അടിച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും തിക്നെസ്സോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇല്ല നിങ്ങൾ പപ്പായ ജ്യൂസാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ചുകൂടി മിൽക്ക് ആഡ് ചെയ്തിട്ട് ഇത് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ മിൽക്ക് ഷേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് തന്നെയുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഒന്നുകൂടി അടിച്ചെടുക്കാം. കൂടുതൽ ടൈം അടിച്ചെടുക്കേണ്ട. ഒരു 10-15 സെക്കൻഡ് മാത്രം ഇതൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള
പച്ച പപ്പായ ഐസ്ക്രീം മിൽക്ക് ഷേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് ഓരോ സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം കുറച്ച് ചെറി കൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. ഇത് പപ്പായ ഷേക്കാണെന്ന് ആർക്കും മനസ്സിലാവുക പോലുമില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഇളനീർ മിൽക്ക് ഷേക്കാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഇളനീർ മിൽക്ക് ഷേക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ചൂട് കാലത്തും അതുപോലെ നോമ്പ് കാലത്തും കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണിത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 ഇളനീറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ഇളനീറാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. ഇനി ഇതിൻ്റെ വെള്ളവും പൾപ്പും നമുക്ക് ഇതുപോലെ വേർതിരിച്ചെടുക്കണം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഈ ഇളനീറിൻ്റെ പൾപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യമായിട്ടുള്ള ഷുഗറും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. എനിക്കിപ്പോൾ ഒരു 1.5 കപ്പ് മാത്രമേ ഇളനീറിൻ്റെ വെള്ളം കിട്ടിയിട്ടുള്ളൂ. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. നമ്മൾ അരിച്ചെടുക്കുകയൊന്നും ചെയ്യില്ല, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് മിൽക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ച് കിട്ടിയതിന് ശേഷം മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഷുഗർ ഇല്ലാതെയും നമുക്കിത് കുടിക്കാൻ പറ്റും. പക്ഷെ കുട്ടികൾക്കൊന്നും മധുരമില്ലാത്തവർ കുടിക്കില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് തുറന്നിട്ട് ഒരു 2 ഏലക്കായയും അതുപോലെ 1 കപ്പ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പിച്ച മിൽക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരമായിട്ട് ഫ്രോസൺ മിൽക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇനി ഒന്നുകൂടി അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് തണുപ്പോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നോമ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് തന്നെയാണ് ഇളനീർ മിൽക്ക് ഷേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇളനീർ കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടയിൽ നിന്നൊക്കെ ഇപ്പോൾ ഇളനീർ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് വലിയ ഇളനീർ തന്നെയായിരിക്കും. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് പറിച്ചതായതുകൊണ്ട് ചെറിയ ഇളനീറാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഡ്രിങ്കാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബനാന ഡ്രിങ്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചെറുപഴമാണ്. ഞാനിപ്പോൾ റോബസ്റ്റ് പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചെറുപഴം വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഈ പഴം മുഴുവനായിട്ടും എടുക്കുന്നില്ല, ഒരു 1.5 പഴം മാത്രമാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഡ്രിങ്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ബാക്കിയുള്ള പകുതി പഴം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഷുഗർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. ശേഷം ഇതിലോട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മൂത്തായിട്ട് അടിച്ചെടുക്കണം. ഇതിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മിൽക്ക് കൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം തിക്കായിട്ടല്ല, അല്പം ലൂസായിട്ടാണ് ഈ ഡ്രിങ്ക് വേണ്ടത്. കണ്ടല്ലോ, ഇത്രയും തിക്നെസ്സിൽ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലോട്ട് ചേർക്കുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പകുതി പഴം ഉണ്ടല്ലോ, അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം.
പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഷമാമാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു അര കപ്പ് വരെ ഷമാമ് ചേർത്ത് കൊടുക്കാം. എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി, കൂടുതൽ വേണ്ട. ഇനി നമുക്ക് ആപ്പിളാണ് വേണ്ടത്. ഞാനിപ്പോൾ ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, തൊലിയോടുകൂടി തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലോട്ട് ചേർക്കേണ്ടത്, ഞാനിവിടെ 1 ടീസ്പൂണ് സബ്ജ സീഡ് ഒരു 5 മിനിറ്റ് മുമ്പ് കുതിർത്തി വെച്ചിട്ടുണ്ട്, അതായത് കസ്കസ്. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കസ്കസ് എത്ര ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സ്, ബദാം ഇതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇവിടെ എൻ്റെ മകന് അതൊന്നും ഇഷ്ടമില്ലാത്തത് കാരണം ഞാനിവിടെ ചേർക്കുന്നില്ല. ഫ്രൂട്ട്സും നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി, അതുപോലെ അനാറ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരൊറ്റ ഗ്ലാസ് മാത്രം മതിയാവും വിശപ്പും ദാഹവും ഒരുപോലെ ശമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇത് നമുക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഗ്ലാസ്സിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ബനാന ഡ്രിങ്ക് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. അധികം ആരും കുടിച്ചിട്ടില്ലാത്ത പച്ചമാങ്ങ ജ്യൂസാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. പച്ചമാങ്ങയാണെന്ന് വെച്ചിട്ട് ടേസ്റ്റ് ഇല്ല എന്നൊന്നും വിചാരിക്കേണ്ട, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പച്ചമാങ്ങ എടുക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂപ്പെത്തിയത് എടുക്കുക. ഞാനിവിടെ 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം അത്യാവശ്യം വലിയ പീസായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മൂപ്പെത്തിയിട്ടുണ്ട്, പഴുത്തിട്ടൊന്നുമില്ല കേട്ടോ. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പുളിയുള്ള ജ്യൂസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം അത്യാവശ്യം കുറച്ചധികം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് ജ്യൂസാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലോട്ട് പാലല്ല ചേർക്കുന്നത്, വെള്ളമാണ്. തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യമുള്ളത് നമുക്ക് പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാങ്ങ മുങ്ങിക്കിടക്കാൻ പാകത്തിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു തണുപ്പോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഐസ് ക്യൂബ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ നോമ്പ് കാലത്തും അതുപോലെ ചൂട് കാലത്തും ഒക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ ആദ്യമായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ 10ാമതായിട്ട് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് ചിക്കു മിൽക്ക് ഷേക്കാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം. ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചിക്കുവാണ് എടുത്തത്. തൊലിയും സീഡൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിലോട്ടൊരു 5-6 ബദാം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പാകത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂണാണ് പഞ്ചസാര ചേർക്കുന്നത്. കാരണം നമ്മൾ ചേർക്കുന്ന ചിക്കുവിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രമേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ വരെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി കയ്യിലില്ലെങ്കിൽ 2-3 ഏലക്കായയുടെ സീഡ് ഇട്ട് കൊടുത്താൽ മതി.
അതിനുശേഷം നമുക്കിതിലോട്ട് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ തണുപ്പിച്ച പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രോസൺ മിൽക്കും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു മിൽക്ക് ഷേക്കൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇഫ്താറിൻ്റെ വേളയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്തതും കുറച്ച് ചോക്ലേറ്റ് സിറപ്പും കൊണ്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കു മിൽക്ക് ഷേക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഷമാം ജ്യൂസാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ഷമാം. ഇത് 2 വിധത്തിൽ നമുക്ക് കിട്ടാറുണ്ട്. വെള്ള കളറിലും അതുപോലെ ഒരു യെല്ലോ കളറിലും. ഏതായാലും പ്രശ്നമൊന്നുമില്ല, 2 വെച്ചിട്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിനായിട്ടൊരു പകുതി ഷമാം തൊലിയും സീഡൊക്കെ കളഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കട്ടയാക്കിയ പാലാണ്. 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര വേണം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഷമാം കട്ട് ചെയ്യുമ്പോൾ വലിയ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. കൂടെ തന്നെ പാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ടയാക്കിയ പാലാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ച പാലെടുത്താലും മതി. ഇനി ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ വരെ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഷമാം ഞാനിവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ജഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം തണുപ്പോട് കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സ്വാദിഷ്ടമായ ഷമാം ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസാണ്. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഈ ഒരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിവിടെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഷമാം എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ആപ്പിളുമാണ് എടുത്തത്. ഈ ഒരു 3 ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു പകുതി ഡ്രാഗൺ ഫ്രൂട്ട് ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ഭാഗം ഷമാം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ആപ്പിളും എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റാണ് ഇത് 3ഉം കൂടി ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഇഫ്താറിൻ്റെ വേളയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് സമയമാകുമ്പോൾ ഈ ഒരു ഫ്രൂട്ട്സുകളെല്ലാം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ തണുപ്പിച്ച പാലാണ് എടുത്തത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. അങ്ങനെ 12 തരം ജ്യൂസ് റെസിപ്പികളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോയുടെ ലെങ്ത് ഇപ്പോൾ തന്നെ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോകല്ലേ. ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം നല്ല നല്ല വീഡിയോകളുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക്